ഹലോ, എല്ലാവർക്കും മറ്റൊരു ക്രോഷ്യ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് യാൺ യൂസ് ചെയ്ത് എങ്ങനെ ഒരു സിമ്പിൾ, ഈസി ആൻഡ് ബ്യൂട്ടിഫുൾ ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കുന്നതിനായി ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് കോഫി ബ്രൗൺ കളറിലുള്ള യാണാണ്. സോ ഫസ്റ്റ് നമുക്കൊരു മാജിക് റിംഗ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മുടെ യാൺ എടുക്കുക. യാൺ എടുത്തിട്ട് ഇടതുവശത്ത് കൈക്കുള്ളിൽ തമ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം ഇൻഡെക്സ് ഫിംഗറിൻ്റെയും നടുവിരലിൻ്റെയും ചുറ്റി കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ഇവിടെ ഒരു ക്രോസ് ഉണ്ടാക്കിയതിന് ശേഷം ഒന്നുകൂടെ ചുറ്റുക. ചുറ്റിയതിന് ശേഷം നടുവിരലിൻ്റെയും മോതിരവിരലിൻ്റെയും ഇടയ്ക്കൂടെ വർക്കിംഗ് എൻഡ് ഓഫ് യാൺ എടുത്ത് വീണ്ടും തമ്പ് വെച്ച് ഫിക്സ് ചെയ്യുക. അതിനുശേഷം കൈകൾ തിരിക്കുക. കൈകൾ തിരിക്കുമ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഇത് നമ്മുടെ ടെയിൽ എൻഡാണ്, ഇത് വർക്കിംഗ് എൻഡാണ്. സോ നമുക്ക് അനുയോജ്യമായ സൈസിലുള്ള ഹുക്ക് എടുക്കുക. ഞാനിവിടെ 4.5 mm സൈസിലുള്ള ക്രോഷ്യ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ഇത് നീഡിലിൻ്റെ ഹുക്ക് താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ടെയിൽ എൻഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വർക്കിംഗ് എൻഡ് പുറത്തേക്ക് എടുക്കുക. അതിന് ശേഷം ഹുക്ക് തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നതാണ്. ഗ്രിപ്പ് കിട്ടാൻ നമുക്ക് ഇടതുവശത്തെ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്ത് ഗ്രിപ്പ് കൊടുക്കുക. അതിന് ശേഷം വർക്കിംഗ് എൻഡ് ഉള്ളിലൂടെ കയറ്റുക. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, നമ്മുടെ മാജിക് റിംഗ് ഇവിടെ റെഡി ആയിരിക്കുന്നതാണ്. സോ ഇനി നമുക്ക് റൗണ്ട് 1 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റൗണ്ട് 1 ചെയ്യാനായിട്ട് 1 ചെയിൻ 3 ചെയ്യുക. 2 3 ചെയിൻ 3 ചെയ്യുക. അതിനുശേഷം 15 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ചെയിൻ 3 നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ടോട്ടൽ വി വിൽ ഗെറ്റ് 16 ഡബിൾ ക്രോഷ്യ. സോ ഇവിടെ ചെയിൻ 3 ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് 15 മോർ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടതായിട്ടുണ്ട്. One, 2. നമുക്ക് ഈ മാജിക് റിങ്ങിൻ്റെ സൈസ് ഈ ടെയിലൻറ്റ് പുള്ള് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വി വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. ഓക്കെ, സോ 14 and 15. സോ ആദ്യത്തെ ചെയിൻ 3 ആൻഡ് ദെൻ 15 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം ഈ മാജിക് റിംഗ് നമുക്ക് വലിച്ച് ചെറുതാക്കാവുന്നതാണ്. ഓക്കെ, ടെയിലൻറ്റ് വലിച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ ചെയിൻ 3യിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3യിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 3യിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കളർ മറ്റൊരു കളർ യാൺ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് ലെന്തിൽ യാൺ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 എടുത്ത് ഇത് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഫിനിഷ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. ഓക്കെ, മാജിക് റിംഗ് നമുക്ക് ചെറുതാക്കാവുന്നതാണ്. ഓക്കെ, മാജിക് റിംഗ് ചെറുതാക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട്. സോ ഈ മാജിക് റിംഗ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഈ ടെക്നിക്ക് അല്ലാതെ മറ്റ് 2 ടെക്നിക്കും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റൗണ്ട് 2 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമ്മുടെ റൗണ്ട് 1 ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി റൗണ്ട് 2 ചെയ്യാനായിട്ട് നമുക്ക് ഐദർ ഈ ഫിനിഷ് ആയിരിക്കുന്ന എഡ്ജിലുള്ള സ്റ്റിച്ച് യൂസ് ചെയ്യാം ഓർ എനി റാൻഡം സ്റ്റിച്ച്. സോ ഞാനിവിടെ ഒരു റാൻഡം സ്റ്റിച്ച് സെലക്ട് ചെയ്യുകയാണ്. അതിലൂടെ നമ്മുടെ ഹുക്ക് കയറ്റിയതിന് ശേഷം നെക്സ്റ്റ് കളർ ഓഫ് യാൺ എടുക്കുക. യാൺ എടുത്തതിന് ശേഷം ഈ ഹുക്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് ഇത് പുൾ ത്രൂ ചെയ്യുക. പുൾ ത്രൂ ചെയ്തതിന് ശേഷം ഈ ടെയിൽ എൻഡ് കവറായി പോകുന്നതിനായിട്ട് ഈ ഹുക്കിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഹുക്കിൻ്റെ മുകളിലൂടെ പ്ലേസ് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ദിസ്. സോ ഇത് ബാക്കി സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ കവറായി പോയിക്കോളും. അതിന് ശേഷം നമ്മുടെ വർക്കിംഗ് എൻഡ് പുൾ ത്രൂ ചെയ്യുക.
ആസ് യൂഷ്വൽ പുൾ ത്രൂ ചെയ്യുക. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ് കവറായി പോകാനായിട്ട്. അതിന് ശേഷം ചെയിൻ 2 ചെയ്യുക. ഇനി നമുക്ക് പഫ് സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. പഫ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ സെയിം സ്റ്റിച്ച്, അതിനുശേഷം വലിച്ച് സെയിം ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. എഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ ദ സെയിം സ്റ്റിച്ച്, വലിച്ച് സെയിം ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. എഗെയിൻ വൺ മോർ ടൈം yarn over and pull through the same. Okay, 3 puff stitch. So total there will be 7 loop. 1 2 3 4 5 6 and 7 loops നമ്മുടെ ഹുക്കിൽ കാണുന്നതാണ്. അതിന് ശേഷം pull through all these loops. Okay, yarn over and pull through all the loops. ഇനി പഫ് സ്റ്റിച്ചിൻ്റെ നല്ല ഫിനിഷിങ് കിട്ടാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ആൻഡ് കണ്ടിന്യൂ ദ സെയിം പ്രോസസ്സ്. എല്ലാ സ്റ്റിച്ചിൻ്റെയും മുകളിൽ ഓരോ പഫ് സ്റ്റിച്ച്. സോ ടോട്ടൽ വി വിൽ ഗെറ്റ് 16 പഫ് സ്റ്റിച്ച്. ഒരു തവണയും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. യാൺ ഓവർ, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് കയറ്റുക, കൊണ്ടുവരിക, ഇറക്കി വലിച്ച് സെയിം ഹൈറ്റിലാക്കുക. എഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ സെയിം സ്റ്റിച്ച് ആൻഡ് ടേക്ക് ദ ത്രെഡ്, സെയിം ഹൈറ്റിലേക്ക് വലിച്ചു കൊണ്ടുവരിക. എഗെയിൻ വൺ മോർ ടൈം yarn over and pull through. Okay, so 7 loop ഉണ്ട് നമ്മുടെ ഹുക്കിൽ. അതിന് ശേഷം pull through all the loops and chain 1. ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, സെയിം പ്രോസസ്സ് എൻറ്റയർ 16 സ്റ്റിച്ചസിലും റിപ്പീറ്റ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് എ ടോട്ടൽ ഓഫ് 16 puff stitch, that is round 2. Okay, and chain 1. സോ ഞാനിവിടെ 15 പഫ് സ്റ്റിച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് 1 ആണ് ചെയ്യുന്നത്. സോ yarn over and pull through the last stitch, എന്നിട്ട് സെയിം ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. എഗെയിൻ yarn over and pull through സെയിം ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. ലാസ്റ്റ് വൺ മോർ ടൈം and pull through. So total 7 loops ഉണ്ട് ഹുക്കിൽ. and pull through all the 7 loops, then chain 1 ആണ്. ഇനി നമുക്ക് ഇത് ഫിനിഷ് ചെയ്യണം. ഫിനിഷ് ചെയ്യാനായിട്ട് either chain 2 or on the top of the last ഓൺ ദ ടോപ്പ് ഓഫ് ഫസ്റ്റ് ചെയിൻ ചെയ്തില്ലേ, ഫസ്റ്റ് ചെയിൻ ചെയ്തിടത്തേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫിനിഷ് ചെയ്യാം. അതിനുശേഷം റൗണ്ട് 1 ചെയ്ത പോലെ ഒരു 5 to 6 ഇഞ്ചസ് യാൺ വിട്ടിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ എൻഡ് ഓഫ് റൗണ്ട് 2. സോ നമുക്കിനി റൗണ്ട് 3 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റൗണ്ട് 1 വാസ് ഫുൾ ഓഫ് ഡബിൾ ക്രോഷേ, 16 ഡബിൾ ക്രോഷേ. റൗണ്ട് 2 വിത്ത് 16 പഫ് സ്റ്റിച്ച്. റൗണ്ട് 3 എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പഫ് സ്റ്റിച്ചിൻ്റെ ബിറ്റ്വീനുള്ള സ്പേസസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു സ്പേസ് ചൂസ് ചെയ്യാം. ഹുക്ക് കയറ്റുക. കയറ്റിയതിന് ശേഷം ഏത് ത്രെഡാണോ യൂസ് ചെയ്തത് അത് പുൾ ത്രൂ. അതിന് ശേഷം നേരത്തെ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഈ ടെയിൽ എൻഡ് ഹുക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. അതിന് ശേഷം വർക്കിംഗ് എൻഡ് പുൾ ത്രൂ ചെയ്തെടുക്കുക. ഓക്കെ, ദെൻ ഡു ചെയിൻ 2. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു ഇവിടെ ക്ലസ്റ്റർ സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. ഈ ക്ലസ്റ്റർ സ്റ്റിച്ചസിൽ ആദ്യം ചെയ്യുന്ന ക്ലസ്റ്റർ സ്റ്റിച്ചസും റെസ്റ്റ് ഓഫ് ദ ക്ലസ്റ്റർ സ്റ്റിച്ചസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ഫസ്റ്റ് ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ചെയിൻ 2 ചെയ്തതിന് ശേഷം ഹാഫ് ഡബിൾ ക്രോഷേസ്, 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് യാൺ ഓവർ, put the hook through the same space, yarn over, pull up the loop, yarn over, then pull through first 2 loops. Okay, then again yarn over, put the hook into the same space, yarn over, pull up the loop, then yarn over and pull through the first 2 loops. അതായത് ഓക്കെ, ഒന്നുകൂടെ ഇത് സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷേ ആയി. ഒന്നുകൂടെ ചെയ്യുക. യാൺ ഓവർ
ചെയ്തിട്ട് ഈ സെയിം സ്പേസിലൂടെ കയറ്റി വീണ്ടും യാൺ ഓവർ ചെയ്ത് ത്രെഡ് എടുത്തതിന് ശേഷം ഈ ഫസ്റ്റ് 2 ലൂപ്സിലൂടെ യാൺ ഓവർ ചെയ്ത ത്രെഡ് കടത്തുക. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ ടോട്ടൽ 4 ലൂപ്സ് ഉണ്ട്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദീസ് 4 ലൂപ്സ്. ഇതാണ് ഫസ്റ്റ് ക്ലസ്റ്റർ സ്റ്റിച്ച്. അതിനുശേഷം ചെയിൻ 2 ചെയ്യുക, 1 and 2. സോ ഇനി മൂവ് ടു ദി നെക്സ്റ്റ് സ്പേസ്. നെക്സ്റ്റ് 2 പഫ് സ്റ്റിച്ചിൻ്റെ സ്പേസിലേക്ക് പോവുക. അവിടെ ചെന്ന് 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. സോ ഫസ്റ്റ് 1ന് ചെയ്യുന്നതിനായിട്ട് യാൺ ഓവർ, ഓക്കെ, പുട്ട് ത്രൂ ദി സ്പേസ്, ദെൻ യാൺ ഓവർ, പുൾ അപ്പ് ദ ലൂപ്പ്, യാൺ ഓവർ, ഓക്കെ, pull through first 2 loops. സോ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിരിക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് അഗെയിൻ യാൺ ഓവർ, പുട്ട് ത്രൂ ദി സ്പേസ്, യാൺ ഓവർ, പുൾ അപ്പ് ദ ലൂപ്പ്, യാൺ ഓവർ, പുൾ ത്രൂ ഫസ്റ്റ് 2 ലൂപ്സ്. സോ ഇവിടെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി 2 എണ്ണം കൂടെ ചെയ്യണം. അതിനായി യാൺ ഓവർ, ഈ സ്പേസിലേക്ക് ഇടുക, യാൺ ഓവർ ആൻഡ് ടേക്ക് ദ ലൂപ്പ്. അതിനുശേഷം യാൺ ഓവർ ആൻഡ് പുട്ട് ത്രൂ ഫസ്റ്റ് 2 ലൂപ്സ്. ഓക്കെ, ഇവിടെ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിരിക്കുകയാണ്. ഒന്നുകൂടെ ചെയ്യണം. യാൺ ഓവർ, സെയിം സ്പേസിലേക്ക് കടത്തുക ഹുക്ക്, യാൺ ഓവർ ആൻഡ് ടേക്ക് ദ ത്രെഡ്, ദെൻ എഗെയിൻ യാൺ ഓവർ ആൻഡ് ഫസ്റ്റ് 2 സ്പേസിലൂടെ 2 ലൂപ്സിലൂടെ ത്രെഡ് എടുക്കുക, പുൾ അപ്പ് ദ ലൂപ്പ്. ഓക്കെ, ദെൻ ഹിയർ ഇറ്റ് വിൽ ബി 5 ലൂപ്സ് കാണും. ആദ്യത്തെ ഇതിൽ 4 ലൂപ്സേ ഉള്ളായിരുന്നു, ക്ലസ്റ്റർ ചെയ്തപ്പോൾ ഇവിടെ 5 ലൂപ്സ് ഉണ്ട്. അതാണ് ഡിഫറൻസ്. ഓക്കെ, അതിനുശേഷം പുൾ ത്രൂ ഓൾ ദീസ് 5 ലൂപ്സ് ആൻഡ് ദെൻ ഡു ചെയിൻ 2. ഈ സെയിം പ്രോസസ്സ് ഓൾ 16 സ്പേസസിലും കണ്ടിന്യൂ ചെയ്യുക. സോ ടോട്ടൽ വി വിൽ ഗെറ്റ് 16 cluster stitches. Okay, once again I will show, just see. Next space like പോവുക, yarn over and do 4 half double crochets. Okay, one, 2, 3, and 4. So we will be having 5 loops in the hook. അതിനുശേഷം yarn over and pull through all these 5 loops, then do chain 2. ഇങ്ങനെ എല്ലാ സ്പേസിലും ചെയ്ത് we will meet at the end. Okay, സോ നമ്മളിവിടെ ചെയ്ത് 15 ക്ലസ്റ്റർ സ്റ്റിച്ചസ് ചെയ്ത് ചെയിൻ 2 ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് പഫ് സ്റ്റിച്ചിൻ്റെ സ്പേസിലേക്ക് ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് ചെയിൻ 2, 1, 2, 3 and 4. Okay, so total 5 loops ഉണ്ട്. yarn over and pull through all the 5 loops. Okay, അങ്ങനെ ചെയിൻ 2 ചെയ്ത് റൗണ്ട് 3 ഫിനിഷ് ചെയ്യാം. റൗണ്ട് 3 ഫിനിഷ് ചെയ്യുമ്പം നമുക്ക് നീറ്റ് ലുക്കിന് വേണ്ടി വേറൊരു ടെക്നിക്കും കൂടെ ഉണ്ട്. അതായത് ചെയിൻ 1 സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ചെയിൻ 1 ഇവിടുത്തെ സ്പേസ് യൂസ് ചെയ്യാതെ ബാക്ക് സൈഡിലേക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ബാക്ക് ലൂപ്പും ഇവിടെയുള്ള ഇത് കൂടെ വരും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ചെയിൻ 1 ഈ ഫ്രണ്ടിലെ ഈ സ്പേസ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ബാക്ക് സ്പേസ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ ഗ്രാനി സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷ്ഡ് ലുക്കായിരിക്കും. അതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഫിനിഷ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 ഇഞ്ച് കട്ട് ചെയ്യുക ആൻഡ് ചെയിൻ 1 ആൻഡ് ഫിനിഷ്. ഓക്കെ, സോ അതിന് ചെയിൻ 3 റൗണ്ട് 3 ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് റൗണ്ട് 4 ചെയ്യാം.
സോ നെക്സ്റ്റ് ഈസ് റൗണ്ട് 4. റൗണ്ട് 4 ഈസ് എ ലാസ്റ്റ് റൗണ്ട്. നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയിൻ 2 സ്പേസ്, ഏതെങ്കിലും ചെയിൻ 2 സ്പേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യാൺ കയറ്റുക, ഹുക്ക് കയറ്റിയതിന് ശേഷം അതിലൂടെ യാൺ പുറത്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കളർ ഓഫ് യാൺ പുറത്തെടുത്തിട്ട് നേരത്തെ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുക ഫോർ ബെറ്റർ ഫിനിഷ്. ഓക്കെ, okay, then chain 4, 1 2 3 and 4. and here ഇവിടെ നമ്മൾ ചെയ്യുന്ന ട്രിപ്പിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ക്രോഷേസ് ആണ്. നമ്മൾ 2 ട്രിപ്പിൾ ക്രോഷേ ഓർ ട്രിപ്പിൾ ക്രോഷേ ചെയ്യും. അതിനായിട്ട് യാൺ ഓവർ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ടാണ് ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നത്. yarn over, pull through first 2 loops, then yarn over again, pull through next 2 loops, then yarn over and next 2 loops. Okay, ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നത്. again one more treble crochet. ഫസ്റ്റ് 2 ലൂപ്സിലൂടെ yarn over ചെയ്തെടുക്കുക, again yarn over, next 2 ലൂപ്സിലൂടെ again yarn over and take 2 through the final 2. so chain 4 and 2 ട്രിപ്പിൾ ക്രോഷേസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് 3 സ്പേസ് ഓഫ് ക്ലസ്റ്റർ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷേസ് വെച്ച് ചെയ്യുക. ഓക്കെ, അതിനായി ഒറ്റ തവണ യാൺ ഓവർ ചെയ്യുക ആൻഡ് ഡു 3 ഡബിൾ ക്രോഷേ ഇൻറ്റു നെക്സ്റ്റ് 3 സ്പേസസ്. 1 2 and 3. ഓക്കെ, ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്പേസിൽ വീണ്ടും 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, 3 ട്രിപ്പിൾ ക്രോഷേ ഫസ്റ്റ് സ്പേസ്, നെക്സ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, എഗെയിൻ നെക്സ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ ആൻഡ് തേർഡ് ഒരു സ്പേസിലും കൂടെ 3 ഡബിൾ ക്രോഷേസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ ചെയ്യുന്നത് കോർണർ സ്റ്റിച്ചാണ്. അത് ചെയ്യാനായിട്ട് നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 2 3 ട്രിപ്പിൾ ക്രോഷേ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് യാൺ ഓവർ 2 ടൈംസ് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രിപ്പിൾ ഓർ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. ഈ ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചസ്, ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, സോ യാൺ ഓവർ 2 ടൈംസ് ആൻഡ് 2 ട്രിപ്പിൾ ക്രോഷേ, 3 ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 2 3 ട്രിപ്പിൾ ക്രോഷേ. ഇതിപ്പോൾ 2 ടൈംസ് ആയിരിക്കുകയാണ്. 1 മോർ. അതിനുശേഷം ചെയിൻ 2 and again 3 more triple crochet into the same space. Okay, two, so this is our corner stitch. ഇനി നെക്സ്റ്റ് 3 സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ, then again
കോർണർ സ്റ്റിച്ച് വർക്ക് ചെയ്യുക. കോർണർ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ 3 ട്രിപ്പിൾ ക്രോഷേ ചെയിൻ ടു 3 ട്രിപ്പിൾ ക്രോഷേ, ദെൻ അഗെയിൻ നെക്സ്റ്റ് 3 സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേസ് വർക്ക് ചെയ്യുക ആൻഡ് കണ്ടിന്യൂ. വി വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. ഓക്കെ, സോ ഫൈനലി നമ്മൾ റൗണ്ട് 4ൻ്റെ ലാസ്റ്റ് ചെയിൻ സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ലാസ്റ്റ് ചെയിൻ സ്പേസിൽ ഇവിടെ കോർണർ ചെയ്തു 3 ട്രിപ്പിൾ ക്രോഷേ ചെയിൻ ടു 3 ട്രിപ്പിൾ ക്രോഷേ, ദെൻ ഡബിൾ ക്രോഷേസ് 3 ഡബിൾ ക്രോഷേ 3 ഡബിൾ ക്രോഷേ ഇൻ 1 മോർ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ടു ആൻഡ് 3. അതിനുശേഷം നമ്മുടെ ചെയിൻ 4 സ്റ്റാർട്ട് ചെയ്ത് സെയിം സ്പേസിലേക്ക് വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. അതിനായി അതൊരു കോർണർ സ്പേസാണ്, അതിനായി yarn over 2 ടൈംസ്. ഓക്കെ, അതിനുശേഷം 3 ട്രിപ്പിൾ ക്രോഷേസ് ചെയ്യുക. 1 2 3. അതിനുശേഷം ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷേ ചെയിൻ്റെ മുകളിലായിട്ട് ചെയിൻ 4ൻ്റെ മുകളിലായിട്ട് ഓർ ഫസ്റ്റ് ചെയിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം yarn കട്ട് ചെയ്യുക ആൻഡ് ഫിനിഷ്. ഇനി കട്ട് ചെയ്യുക ആൻഡ് ചെയിൻ 1 ആൻഡ് ഫിനിഷ്. അതിനുശേഷം സോ നമ്മൾ നമ്മുടെ സർക്കിൾ ഒരു സ്ക്വയർ, ഗ്രാനി സ്ക്വയർ ആക്കിയിരിക്കുകയാണ്. ക്ലിയർ? ഇതിൽ പല റൗണ്ടിലും പല സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് 1 ഈസ് ഫുൾ ഓഫ് ഡബിൾ ക്രോഷേ, ദെൻ പഫ് സ്റ്റിച്ച്, ക്ലസ്റ്റർ സ്റ്റിച്ച്, ഫൈനലി ട്രിപ്പിൾ ക്രോഷേ ആൻഡ് ഡബിൾ ക്രോഷേ വെച്ചിട്ട് റൗണ്ട് 4ഉം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ത്രെഡ്സ് എല്ലാം ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് ബാക്ക് ലൂപ്സിലോട്ട് കയറ്റി സെക്യൂർ ചെയ്യാവുന്നതാണ്. ബാക്ക് ലൂപ്സിൽ വർക്ക് ചെയ്ത് സെക്യൂർ ചെയ്യുക. ഓക്കെ, ശേഷം കട്ട് ചെയ്യുക. അങ്ങനെ ഈ ത്രെഡ്സ് എല്ലാം തന്നെ ഫിനിഷ് ചെയ്യുക പ്രോപ്പറായിട്ട്. നമ്മുടെ സിമ്പിൾ, ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻറ്റ് ഗ്രാനി സ്ക്വയർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ്. താങ്ക് യു.